ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയുന്നതാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഒരു 1.5 മാസം ആവുന്നു. 2 മാസം തികച്ചായിട്ടില്ല. നെക്സ്റ്റ് മന്തിക്ക് 2 മാസം ആവുന്നുള്ളൂ. എനിക്ക് ഫസ്റ്റത്തെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു സുദിനം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് നോക്കണ്ട, കാരണം ഇന്നലെ രാത്രി തന്നെ ഞാൻ തകരാവുന്നതിൻ്റെ അപ്പുറം ഞാൻ തകർന്നു. പക്ഷേ തകർന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. കാരണം ഒരു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നുള്ളത്. കോപ്പി റൈറ്റ് വേറെ, കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വേറെ കേട്ടോ. കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസാണ് ഉണ്ടാവാൻ പോവാന്നുള്ളത് ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതിന് ഞാൻ ഇനി പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാൻ അവർക്ക് ഇന്നലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്ത് 100% എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ആ സ്ട്രൈക്ക് കിട്ടിയതെന്ന് എനിക്കറിയാം. കാരണം എൻ്റേതല്ലാതായിട്ടുള്ള കണ്ടന്റാണ് ഞാൻ ഇന്നലെ ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് കണ്ടന്റ് ഇട്ട അങ്ങനെ ചെയ്താലാണ് കുഴപ്പം. ഞാൻ ഇന്നലെ ലൈവ് ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഞാൻ ഇന്നലെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ലൈവ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 1 ഇയർ മുമ്പ് ഇന്നലെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ലൈവ് പോയത്. അപ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, അതായത് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ വ്യൂസ് എല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട്, പക്ഷെ ഷോർട്ട് ഫീഡിലൊന്നും വരുന്നേ ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. പക്ഷെ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നുള്ളതൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് ഇത്രയും വലിയൊരു പണിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സ്വന്തമായിട്ട് ലൈവ് ഇട്ട് ഇങ്ങനെ കിടന്ന് വർത്തമാനം പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ, എല്ലാവരും ചൂസ് ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഒന്ന് ഇട്ട് നോക്കിയത്. പക്ഷെ അത് ഇത്രയും വലിയ സീനാവുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ജലദോഷമായതുകൊണ്ട് സൗണ്ട് കുറച്ച് സീനുണ്ട്, അത് വേറെ. അപ്പം എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, കോപ്പി റൈറ്റ് ആണ്, ചില കൺട്രീസിൽ പാർഷ്യലി ബ്ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടേക്ക് ആക്ഷനിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ടേക്ക് ആക്ഷൻസ് ചെക്ക് ചെയ്തപ്പോൾ ചില ഭാഗങ്ങൾ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ട്രിം ചെയ്യും. അതുപോലെ ഓഡിയോ സെക്ഷനിൽ ട്രിമ്മർ വന്നിട്ടുണ്ടായിരുന്നു. അതും ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. അതായത് ഒരു 65K വരെ എന്തോ അതിൻ്റെ വ്യൂസ് കയറിയായിരുന്നു. കമൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വ്യൂസ് കയറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, പിന്നെ ഒരു 3 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോഴേക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു. ചെക്ക് ചെയ്തപ്പോൾ 90 ഡേയ്സിന് ആ സ്ട്രൈക്ക് അവിടെ തന്നെ കിടക്കും. 3 സ്ട്രൈക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഫുള്ളായിട്ട് പോവും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. ഈ ഗൈഡ് ലൈൻസ് ഒക്കെ വായിച്ചു നോക്കാത്തവരുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് ഇത്. കണ്ടത് നോക്കി ചെയ്ത് അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് ഓരോന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ പണിയാണ്. അങ്ങനെ എനിക്ക് കിട്ടിയ ഫസ്റ്റത്തെ പണിയാണ് കോപ്പി റൈറ്റ് സ്ട്രൈക്ക്. അതും കോപ്പി റൈറ്റ് മാത്രമല്ല, സ്ട്രൈക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റത്തെ സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. നമുക്ക് യൂട്യൂബിലധികം ആൾക്കാരായിട്ട് കണക്ഷൻ ഇല്ല. അതായത് ഇങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരായിട്ടൊന്നും കണക്ഷൻ ഇല്ല. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ പറഞ്ഞു, അവർ പറയണ്ടായി എന്തായാലും 90 ഡേയ്സ് ആ സ്ട്രൈക്ക് അതിലുണ്ടാവും. നമുക്ക് പറ്റാവുന്നിടത്തോളം നമുക്ക് അവർക്ക് കൺവിൻസ് ചെയ്തിട്ട് ആ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി ചോദിക്കാം. പക്ഷെ എനിക്ക് സ്ട്രൈക്ക് വന്നേക്കുന്നത് ഹോട്ട്സ്റ്റാറിന്റെ ടീമാണ്. അവരടുത്ത് ഞാൻ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണ്? ഞാൻ ചെയ്ത മിസ്റ്റേക്കിന്റെ ഇഷ്യൂ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ മാത്രം ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയാത്തതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. അവരടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം, എന്റെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി തരാമെന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ സ്ട്രൈക്ക് മാറ്റും എന്നുള്ളത്. അവർ സ്ട്രൈക്ക് മാറ്റാൻ ഒരു സാധ്യതയില്ല. ഞാൻ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ നാളെ ഞാൻ ഒന്നുകൂടി മെയിൽ ചെയ്യും. ഞാൻ കാല് പിടിച്ചുകൊണ്ടിരിക്കും അവരെ. കാരണം 90 ഡേയ്സ് നമുക്ക് ആ സ്ട്രൈക്ക് അവിടെ എടുക്കുമ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് യൂട്യൂബ് ടീം നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 90% വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സ്ട്രൈക്ക് എങ്ങനെയും മാറണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക. അതിപ്പോ ആർക്കൊരു സ്ട്രൈക്ക് കിട്ടിയാലും അതെങ്ങനെയും മാറണം എന്ന് തന്നെയാണ് വിചാരിക്കുക. പലതരത്തിലുള്ള സ്ട്രൈക്ക് ഉണ്ട്. അതായത് ചിലവരുടെ വീഡിയോസ് കണ്ടന്റ് നമ്മൾ എടുക്കുമ്പോൾ, ചിലവരുടെ കണ്ടന്റിലെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ, അങ്ങനെ അവർക്കൊക്കെ സ്ട്രൈക്ക് തരാവുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്തത് ഡയറക്റ്റ് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലെ
വീഡിയോ ലൈവ് സ്ട്രീമിംഗ് പോയിട്ടാണ്. അത് നല്ല രീതിയിൽ തെറ്റാന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ച് കുറവായിരിക്കും. തീരെ യൂട്യൂബ് എൻ്റെ ചാനൽ റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളതെല്ലാം എനിക്കറിയാം. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയ ചെറിയ കണ്ടന്റ് ആയിട്ട് ഇട്ടിട്ട് എങ്ങനെയൊക്കെ ഒന്ന് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. കാരണം എനിക്ക് ഈ 1.5 മാസത്തിനുള്ളിൽ ഒരു വീഡിയോ വൈറലായതുകൊണ്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ കുറച്ച് വ്യൂസ് എല്ലാം കയറിയത്. ആ ഒരൊറ്റ കാര്യം, ഈ ഒരൊറ്റ സീനിൽ പോവാന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ ചെയ്ത എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടുള്ള ഈ ഒരു പ്രശ്നം ഞാൻ തന്നെ നേരിടണമല്ലോ. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ വീഡിയോ എന്ന് കേട്ടപ്പോഴാണ് എനിക്കൊരു സങ്കടം ഉള്ളത്. 90 ഡേയ്സിന്റെ സ്ട്രൈക്കിന്റെ മാത്രമല്ല, പിന്നെ 90 ഡേയ്സ് സ്ട്രൈക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോഴൊക്കെ വിഷമമുണ്ട്. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല, വേറെ വഴിയില്ല. എന്തായാലും പറ്റിപ്പോയി. ഇനി അതിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത സ്ട്രൈക്ക് വാങ്ങാതെ നോക്കുക. 3 സ്ട്രൈക്ക് ആയിക്കഴിഞ്ഞാൽ ചാനൽ തന്നെ അവർ ടെർമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ സ്ട്രൈക്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. നമ്മളെല്ലാവരും ഓരോ തെറ്റുകളിൽ നിന്ന് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. അല്ലാതെ എല്ലാവരും 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും ആരും നിൽക്കുന്നില്ല, ആരും വരുന്നില്ല. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു താഴ്ച ഉണ്ടായിട്ട് തന്നെയല്ല അതിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഡൗൺ ആവോ പേടിക്കോ ഒന്നും വേണ്ട. ഒരു കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഞാനും അത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുക. നമ്മൾ അധികം എഫേർട്ട് ഇട്ട് വീഡിയോ ഇട്ടിട്ട് ഈ സമയത്ത് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് അധികം എഫേർട്ട് ഇടാതെ തന്നെ എന്നാലും കുറച്ച് നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ചെറിയ രീതിയിലാണെങ്കിലും കണ്ടന്റുള്ള വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കത് ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ നോക്കുക. അത് തന്നെ ഒരു ഓപ്ഷനുള്ളൂ. സെറ്റാവും. സെറ്റാവാതെ എവിടെ പോകാൻ വേണ്ടിയിട്ട്. ബൈ.